ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്വ ഫാഷനിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായിട്ടെങ്കിലും ഇതുവരെ വീഡിയോസ് 1, 2, 3 വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വീഡിയോസുകളൊന്നും പിന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മോള് ചെറുതായതുകൊണ്ട് അതിനൊന്നും ടൈം മടി കാരണം എന്ന് പറയാം. ടൈം കിട്ടിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മടി കാരണം വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും, ഫ്രീ ആയിട്ട് തന്നെ ഫാഷൻ ഡിസൈനർ ആവാം എന്നുള്ള ഒരു കണ്ടൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണ്. നമ്മുടെ വീട്ടിൽ നിന്നും പുറത്ത് പോയി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും പോകാൻ കഴിയാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അതിനൊരു ചിലപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രശ്നമുള്ളവരുണ്ടാകും, അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കുമായിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ ക്ലാസ്സിൽ. ഫസ്റ്റ് തന്നെ എല്ലാവരും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാകുക. അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ക്രോക്കിയാണ്. 8 ക്രോക്കി എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ നമ്മൾ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു റെഫറൻസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇതുപോലെയാണ് ഡ്രസ്സ് വരിക എന്ന് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടണം. അപ്പോൾ ആ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്രോക്കി എന്ന് പറയുന്നത്. 8 ഹെഡ് ക്രോക്കി എന്ന് പറയുന്നത്. അത് 8 ഹെഡ് ഉണ്ട്, 9 ഹെഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കുറേ നമ്മളെ ഹൈറ്റിനനുസരിച്ചുള്ള ഇതിനനുസരിച്ച് മാറും കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. വീഡിയോ കുറച്ചൊരു ലോങ് ആയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലോങ് ആയി പോയത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് ഷോർട്ട് വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു സ്കെയില്, ഒരു പെൻസിൽ, ഒരു ഇറേസർ, ഒരു A4 ഷീറ്റ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. 8 ഹെഡ് ക്രോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള യെല്ലോ സ്കെയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതാണ് ഇഞ്ചസിൽ നമുക്ക് ഡൗട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന സ്കെയിലാണത്. അത് എൻ്റെ കയ്യിലുള്ളത് പൊട്ടിപ്പോയി, അത് കാരണമാണ് ഞാൻ ഈ സ്കെയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു A4 ഷീറ്റിൻ്റെ തലപ്പ് ഭാഗത്ത് നമ്മൾ 0 മുതൽ 8 വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 0 മുതൽ 0, 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് 8 വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യേണ്ടത്. സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം, പക്ഷേ വേണ്ട, നമ്മൾ ഇഞ്ചസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ 8 വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 8 വരെ മാർക്ക് ചെയ്തതിൻ്റെ ആ ഇഞ്ചസിൻ്റെ ഇടയിലൂടെ നമ്മൾ 0 മുതൽ 1 വരെയുള്ള ആ ഒരു സ്പേസ് നമ്മൾ ഒഴിവാക്കി 1 മുതൽ 2 വരെയുള്ള ആ ഒരു ഇഞ്ചസിൻ്റെ ഇടയിലുള്ള അര ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്ത് നമ്മൾ 1/2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതുപോലെ 1 മുതൽ 2 വരെയുള്ള സ്പേസിൽ 1.5 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് പിന്നെ 2 മുതൽ 3 വരെയുള്ള സ്പേസ് വിട്ടിട്ട് 3 മുതൽ 4 വരെയുള്ള സ്പേസിൽ 3.5 എന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ 4 മുതൽ 5 വരെയുള്ള സ്പേസ് വിട്ടിട്ട് 5 മുതൽ 6 വരെയുള്ള സ്പേസിൽ 5.5 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് ക്ലിയർ ആയിട്ട് തന്നെ അതിൽ എഴുതി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അതുപോലെ 6 മുതൽ 7 വരെയുള്ള സ്പേസ് നമ്മൾ വിട്ടുകൊടുത്തിട്ട് 7 മുതൽ 8 വരെയുള്ള സ്പേസിൽ അവിടെ നമുക്ക് ആവശ്യമുള്ളത് 7.25 മറ്റൊടത്തൊക്കെ നമുക്ക് 1/2 ഇഞ്ചസാണ് വേണ്ടത്. ഇവിടെ നമുക്ക് 7.25 കേട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങളത് മറന്നു പോകരുത്, എഴുതി വെക്കണം കേട്ടോ. ഇനി ആ എല്ലാ സ്പേസിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡോട്ട്സിലും ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോസിൽ കാണുന്ന പോലെ ഫുള്ളായിട്ട് നമ്മൾ ലൈൻ വരച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ സ്പീഡായിട്ടൊന്നും വീഡിയോസ് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം സ്പീഡായി പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ വരും എന്ന് കരുതിയിട്ടാണ് ഞാൻ സ്പീഡൊന്നും കാണിക്കാത്തത്. സ്പീഡിലൊന്നും ചെയ്തിട്ടില്ല, ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല.
ഇനി നമ്മൾ വരച്ചിട്ടുള്ള ലൈൻസ് എല്ലാം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ആ സീറോയിൽ വരുന്ന ആ ലൈൻ എന്ന് പറയുന്നത് ഹെഡാണ്, നമ്മുടെ തലഭാഗമാണ് കേട്ടോ. രണ്ടാമത്തേത് 1 വരുന്ന ഭാഗം ചിൻ എന്ന് പറയും, താടി ഭാഗം. മൂന്നാമത് വരുന്ന 1.25 എന്ന് പറയുന്ന സ്പേസിൽ വരുന്നത് ഷോൾഡറാണ്. ഷോൾഡറിൻ്റെ അടിയിൽ 2 വരുന്നത് ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് ലൈന് അതൊക്കെ ഷോൾഡറും ചെസ്റ്റ് ലൈനൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ നമ്മൾ 3 വരുന്നത് വേസ്റ്റാണ്, നമ്മുടെ ഇടുപ്പ് ഭാഗം, വേസ്റ്റ് ഭാഗം. 3.25 വരുന്നത് ഹിപ്പ് ആണ്, ഇടുപ്പ് ഭാഗമാണ്. പിന്നെ 4 വരുന്നത് ക്രോച്ചാണ്, നമ്മളെ ക്രോച്ച് പാൻ്റ് ഇടുന്ന ഭാഗം ഉണ്ടാവില്ലേ, ക്രോച്ച് ഭാഗം. അതേപോലെ 5 വരുന്നത് തൈയാണ്, തുടയുടെ ആ ഭാഗമാണ് തൈ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് 5.5 വരുന്നത് ക്നീ ലൈനാണ്, മുട്ടിൻ്റെ ഭാഗം. അതേപോലെ നമുക്ക് പിന്നെ 6ൻ്റെ ആ സ്പേസ് നമുക്ക് ആവശ്യമില്ല. പിന്നെ 7 വരുന്നത് കാഫാണ്, അതും നമുക്ക് അവിടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ വരുന്നത് 7.25 വരുന്നത് ആങ്കിളാണ്, നിര്യാണിയുടെ ആ ഭാഗം. പിന്നെ 8 വരുന്നത് ഫുട്ട് ലൈനാണ്, അപ്പോൾ കാൽപാദം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഒരു ലൈന് കൊടുക്കുക. സെൻറ്ററിൽ ലൈന് കൊടുത്തതിന് ശേഷം നമുക്കിതാ നമ്മൾ ക്രോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ സ്കെയിലിൽ കാണിക്കുന്നത് പോലെ 0യുടെ ഭാഗത്ത് നമുക്ക് മൊത്തത്തിൽ 1/4 ഭാഗമാണ് വരേണ്ടത്, 1/4 ഇഞ്ചസാണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സെൻറ്റിമീറ്റർ എടുക്കാം. ഇഞ്ചസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആകും, അതുകൊണ്ട് ഞാൻ സ്കെയിലിൻ്റെ അതാണ് പറഞ്ഞ സെൻറ്റിമീറ്റർ ഉണ്ട് ഇതിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. സെൻറ്റിമീറ്ററിൻ്റെ നമ്മൾ ആ സെൻറ്റിമീറ്ററിൻ്റെ എന്നാണ് പറയുന്നത് അല്ലോ കേട്ടോ. നമ്മൾ സ്കെയിലിൻ്റെ 0 മുതൽ 2 വരെയുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ 0യുടെ ഭാഗത്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ 2 ഭാഗത്തും 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി അടിയിൽ നമ്മൾ 1 നമുക്ക് വേണ്ടത് 1/4 ഇഞ്ചാണ്. 1/4 ഇഞ്ചിൽ നമ്മുടെ ഇഞ്ചസിൽ തന്നെ നമ്മുടെ 3 വര, ആ ഇഞ്ചസിൽ ഫസ്റ്റത്തെ അതിൽ 3 വരെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ 2 സൈഡിലും നമ്മൾ 3 ലൈന് ഇട്ട് കൊടുത്ത്, അതാണ് നമ്മുടെ 1/4 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1.25 ഇഞ്ചിൽ നമുക്ക് അപ്പോൾ ഇനി 1.25 ഇഞ്ചിൽ 1.25 ഇഞ്ചസിൻ്റെ നമ്മൾ അവിടെ വേണ്ടത് 3/4 ഇഞ്ചാണ് വേണ്ടത് കേട്ടോ. ആ ഷോൾഡറിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് 3/4 ഇഞ്ച്, മൊത്തത്തിൽ നമുക്ക് 2 സൈഡും കൂടെ 3/4 ഇഞ്ച് വരണം. അപ്പം ഇഞ്ചസിൽ നമ്മുടെ ഭാഗം കഴിഞ്ഞ് 1 2 3 4 5 6 വരെ വരുന്ന രൂപത്തിൽ നമ്മൾ 3/4 ഇഞ്ചസ് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുക. ഡോട്ട് ഇട്ട സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 നമുക്ക് ഇനി ആവശ്യമില്ല. ഇനി നമ്മൾ നേരെ സ്ട്രെയിറ്റിലേക്ക് പോകുന്നത് 3ലേക്കാണ്. അപ്പോൾ 3ൻ്റെ ഭാഗം വരുന്നത് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. 2 സൈഡിലും കൂടെ നമുക്ക് 1/2 ഇഞ്ചസ് കിട്ടണം. അപ്പോൾ 1/2 ഇഞ്ചസ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ആ 1.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ചിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ടില്ല, അവിടുന്ന് നേരെ 3ലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക, 1/2 ഇഞ്ചസിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക, നേരെ വേസ്റ്റ് ഭാഗം. ഇനി നമ്മൾ അവിടെ നിന്നും ഹിപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. ഹിപ്പിൻ്റെ ഭാഗം എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഇതിൽ കാണുന്നത് പോലെ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ 4 5 6 7 4 5 6 നമുക്ക് ഇനി ആവശ്യമില്ല. ഇനി നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് 7.25 കേട്ടോ. 7.25 അവിടെ നമുക്ക് 2 സൈഡിലും കൂടെ 1/4 ഇഞ്ചസാണ് വേണ്ടത്. അപ്പോൾ അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ചസ് ഞാൻ നിങ്ങൾക്ക് ആദ്യം മുകളിൽ കാണിച്ച് തന്നില്ലായിരുന്നോ? ഇഞ്ചസിൽ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റിമീറ്റർ എടുത്താൽ മതി പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ അങ്ങനെ നമ്മൾ ഡോട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. നേരെ നമ്മൾ 3.25 നിന്നും 3.5 നിന്നും 7.25 നമ്മൾ ആ ലൈൻ വരച്ചിട്ടുള്ളത്. ഇനി നേരെ 8ലേക്കാണ് നമ്മൾ പോകുന്നത്. ഫുട്ട് ലൈനിലാണ്. അവിടെ നമ്മൾ 2 സൈഡിലും കൂടെ 1/2 ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ
നമ്മൾ മാർക്ക് ചെയ്ത് ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ക്രോക്കീഡ്ക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് അവിടെ ആ ക്രോച്ചിൻ്റെ ആ ഭാഗം ഉണ്ടാവില്ലേ, ആ ബട്ടണൊക്കെ വരുന്ന ആ ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു ക്രോസ് ആയിങ്ങാണ്ട് നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. സ്ലീവാണ് കേട്ടോ. സ്ലീവിൻ്റെ അവിടെ നിന്നും ആ 1 മുതൽ 2 വരെയുള്ള ആ 1/2 ഇഞ്ചസിൽ നമ്മൾ 1.5 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള അവിടെ നിന്നും 3ലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ആ 3ൽ നിന്നും 4ൻ്റെയും 5ൻ്റെയും ഇടയിലായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. 3ൽ നിന്നും തുടങ്ങിയിട്ട് 4ൻ്റെയും 5ൻ്റെയും ഇടയിലായിട്ട് നമുക്ക് ആ ലൈന് സ്റ്റോപ്പാക്കി കൊടുക്കാം. അതുപോലെ തന്നെ കൈയിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്ന ആ ഭാഗത്ത് 2 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2ൽ നിന്നും 3ലേക്ക് വരയ്ക്കുക. 3ൽ നിന്നും നമ്മൾ സാധാ വരച്ച പോലെ തന്നെ 4ൻ്റെയും 5ൻ്റെയും ഇടയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്നും ഇതുപോലെ വീഡിയോസിൽ കാണുന്നത് പോലെ നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. 5.5ലേക്ക് മുട്ടേണ്ട ആ രീതിയിലായിട്ടാണ് നമ്മൾ ആ കൈയിൻ്റെ നമ്മുടെ ഈ കൈപ്പത്തിയുടെ ഭാഗം വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡും നമ്മളങ്ങനെ വരച്ചു കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ശരിയായിട്ട് ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടുത്തായിട്ട് തന്നെ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു ശരിയായിട്ടുള്ള ക്ലിയർ ആവുന്നില്ലായിരുന്നു. ഇനി അടുത്ത വീഡിയോസ് നമുക്ക് ഇതിലും ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഓപ്പോസിറ്റ് ഹാൻഡ് നിങ്ങൾ വരക്കണം കേട്ടോ. അപ്പം അതാക്കണ എല്ലാ ഭാഗത്തും നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണം. 3/4, 1/4 ഇഞ്ച്, 3/4 ഇഞ്ച്, 1/2 ഇഞ്ച് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മാർക്കിങ് ഫുള്ളായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ മറന്നു പോകും. അപ്പം നമ്മുടെ ക്രോക്കി ഫുള്ളായിട്ടുണ്ട്. ഇനി ക്രോക്കിന് നമ്മൾ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കണം. അത് അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ വരച്ച് പഠിക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോസിൽ കാണും വരെ എല്ലാവർക്കും ബായ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.